അപ്പൊ അങ്ങനെ അത്യന്തം ദുഷ്കരമായ കർമ്മങ്ങൾ ചെയ്താൽ കൂടി ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയുണ്ടെന്ന് പറയുന്നു. അത് എപ്രകാരത്തിലാണ്? അതിന് ഭാവാർത്ഥത്തിലൂടെ പ്രഭുപാദർ തന്നെ വിശദീകരിച്ചു തരുന്നുണ്ട്. അതിനുള്ള കാരണം, അതിനുള്ള വഴികൾ: ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. അതായത് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് 9 സേവന കർമ്മങ്ങളുണ്ട്. ഭഗവാനെ സേവിക്കാനായിട്ടുള്ള 9 കർമ്മങ്ങൾ ഏതൊക്കെയാണോ ആ 9 കർമ്മങ്ങളിലൂടെ ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നല്ല രീതിയിൽ തന്നെ ഭഗവാന്റെ പരമപദ പ്രാപ്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ഭഗവാന്റെ പരമപദ പ്രാപ്തിയിലേക്ക് എത്തണമെന്ന് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് എന്തൊക്കെയോ മോശമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള തെറ്റായ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. എങ്കിൽ കൂടിയും സ്ഥിരമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ശ്രവണം കീർത്തനം വിഷ്ണു, ശ്രവണം എപ്പോഴും ശ്രവണം കേട്ടുകൊണ്ടേയിരിക്കുക, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. കാതില് ഭഗവാന്റെ